ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായി വീഡിയോ ഇട്ടിട്ടെന്നറിയാം. ഐ എം റിയലി സോറി. തിരക്കിലായിരുന്നു. ഞാൻ എന്നും പറയുന്ന എക്സ്ക്യൂസാണത്. ബട്ട് ഐ എം സോറി. കൺസിസ്റ്റൻ്റ് ആവാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് വാഗമൺ പോവുകയാണ്. പിള്ളേർക്ക് 10th ഒക്കെ ആയതുകൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫാമിലിക്കായിട്ട് ട്രിപ്പ് പോയിട്ടും കുറച്ചധികം നാളായി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പട്ടിക്കുട്ടീനെയും കൊണ്ടുപോകണം. അവനെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടൊരു ഫാമിലി ട്രിപ്പിന് പോകുന്നതാണ്. അപ്പോൾ അവനിപ്പോൾ ഒരു വയസ്സായി. നമ്മൾ അവനെയും കൊണ്ടാണ് പോകുന്നത്. ഞാനതിൽ കുഞ്ഞ് ടിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ, പെറ്റിനെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോഴുള്ള. ആൻഡ് അതിൽ കുറച്ച് ചില ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ പെറ്റിനെയും കൊണ്ട് പോകുന്നതുകൊണ്ട് ചില ഭാഗത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയതും പിന്നെ ഇവനെ പീ ബ്രേക്സിനൊക്കെ നിർത്തിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ചില വീഡിയോസ് പിന്നെ കാണാതെ ഞാൻ കുറേ നോക്കിയിട്ടും എനിക്കത് കിട്ടിയില്ല, അത് എവിടെ പോയെന്നറിയില്ല. ആൻഡ് വി ഓൾ എൻജോയ്ഡ് വെരി മച്ച്. അവനാണ് എസ്പെഷ്യലി എൻജോയ് ചെയ്തത്. ആൻഡ് ഇപ്പോൾ കാണുന്നതുണ്ടല്ലോ വാഴക്കുളത്ത് പൈനാപ്പിൾ കൃഷിയാണ്. ദാറ്റ്സ് ദ ലാൻഡ് ഓഫ് പൈനാപ്പിൾ. എവിടെ നോക്കിയാലും പൈനാപ്പിൾസേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് ജാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ബട്ട് സ്റ്റിൽ. ആൻഡ് നമ്മളിതേ ഹെയർ പിൻസൊക്കെ കയറി തുടങ്ങി കേട്ടോ. ഞാൻ കുറേ ലൈക്ക് അവിടെ പോകുന്ന വഴിയിൽ കുറേ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് എന്തിനാ വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കുന്നത്. അപ്പോൾ എന്തിനാ വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹെയർ പിൻസ് കയറുമ്പോൾ പട്ടിക്കുട്ടിയുടെ ചെവിയിൽ ഞങ്ങൾ ടവൽ വെച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഇൻ കേസ് പെട്ടെന്ന് ഓൾട്ടിറ്റ്യൂഡ് ചേഞ്ച് വരുന്ന കാരണം. അല്ലേ അങ്ങനെ നമ്മളവിടെ ചെന്നതിന് ശേഷം ആദ്യം ചെയ്തൊരു ട്രക്കിങ്ങിന് പോലെ പോവാണ് കേട്ടോ. അതിനും ഫുൾ വീഡിയോ ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ തൊട്ടിട്ടുള്ള എടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ഓ മൈ ഗോഡ്, ഓഫ് റോഡ് എന്നൊക്കെ വെച്ചാൽ അതാണ് ഓഫ് റോഡ്. സത്യം പറഞ്ഞാൽ എല്ലാവരും കിളിവ് പോയിരിക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാൻ. വീഡിയോ എടുക്കാനുള്ളൊരിതുണ്ടായിരുന്നില്ല. വീഡിയോ ഒക്കെ എടുക്കാൻ കൈവിട്ടാൽ പോയി. അപ്പോൾ അതുപോലത്തെ സാധനമായിരുന്നു. ബട്ട് സ്റ്റിൽ കുഞ്ഞി വീഡിയോസ് എടുത്ത് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് എലവീഴ പൂഞ്ചിറയിലാണ് ആദ്യം പോയത്, വാഗമൺ പോകുന്നതിന് മുന്നേ. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ ചെന്ന് കാർ പാർക്ക് ചെയ്തപ്പോൾ തന്നെ ഒരാൾ വന്നു ട്രക്കിങ് അവിടെ വ്യൂ പോയിന്റിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അതിലത്തെ വീഡിയോ ആണ്. അപ്പോൾ ആളുടെ ഒപ്പം ഞങ്ങൾ പോയി. ആദ്യം ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ പോവുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ 2 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഒരു വ്യൂ പോയിൻ്റ് അവിടെ നിർത്തില്ല. അത് വീഡിയോ എടുക്കാനുള്ള ഇതും ഉണ്ടായിരുന്നില്ല. കിളി പോയി ഇരിക്കുകയായിരുന്നു എല്ലാവരുടെയും. ഇതൊക്കെ ഫൈൻ റോഡാണ്. ബട്ട് ഓഫ് റോഡ് കയറിക്കഴിഞ്ഞാൽ ഓ മൈ ഗാഡ്, എല്ലാവരും കിളി പോയി. ലൈക്ക് നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എല്ലാവരും പേടിച്ചിട്ടാണ് ഇരുന്നത്. പട്ടിക്കുട്ടിയും ഉണ്ടല്ലോ നമ്മുടെ ഒപ്പം. നമുക്കറിയില്ല ഇങ്ങനത്തെ റോഡാണ് എന്താണെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളൊക്കെ ശരിക്കും പേടിച്ച് കിളി പോയിരിക്കുകയായിരുന്നു. ഇതിൽ പിന്നെ ഇലവീഴ പൂഞ്ചിറയുടെ വീഡിയോ, ആ സ്ഥലത്തെ വീഡിയോ ഞാൻ എത്ര നോക്കിയിട്ടും കിട്ടിയില്ല. ഐ എം സോറി, ഞാൻ ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബട്ട് ആ ചിറയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുമ്പ് ചെറിയൊരു ചിറയായിരുന്നു. അതിൻ്റെ മുകളിൽ കവറിങ് പോലെ നിറച്ചും ട്രീസായിരുന്നു. അപ്പം അവിടെ 4 സൈഡിൽ നിന്ന് കാറ്റടിക്കും. ബട്ട് സ്റ്റിൽ ഒരു ഇല പോലും ആ ചിറയിൽ വീഴില്ല. അന്ന് അവിടെ ഒരു പൂ വീഴുമായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അവിടെ ചെല്ലുന്നതിന് മുന്നേ നമ്മളൊരു ഗുഹയിൽ കയറി. മുനിയാറ ഗുഹയുടെ ഉള്ളിലത്തെ ക്ലിപ്സ് അഗെയിൻ കിട്ടിയിട്ടില്ല. ഐ എം സോറി. ഇത് ഗുഹയുടെ ഉള്ളിൽ ചെറിയൊരു ഗുഹയാണ്. നല്ല ഇരട്ടായിരുന്നു. എല്ലാവരും പേടിച്ചു പോയി. അവിടെ പിന്നെ ഒരു ചെറിയ 3 കിലോമീറ്റർ ആയിരുന്നു. ബട്ട് ഇതിങ്ങനെ ലാൻഡ് സ്ലൈഡിൽ പൊളിഞ്ഞ് അതിങ്ങനെ ആയതാണ്. ആൻഡ് പിന്നെ നമ്മളവിടെ ക്ലിയർ വാട്ടർ, ലൈക്ക് മൗണ്ടൻസിൽ വരുന്ന ക്ലിയർ വാട്ടർ കിട്ടുന്ന ഒരു സ്പോട്ട് കണ്ടു. ആൻഡ് അവിടെ നിന്ന് നമ്മളൊരു ബോട്ടിൽ ഫില്ല് ചെയ്തു. ലൈക്ക് ശരിക്കും നല്ല വെള്ളമായിരുന്നു. വി ആൾ ലൈക്ക് ദറ്റ്. അപ്പോൾ അവർ പറഞ്ഞു അവർ സ്ഥിരം യൂസ് ചെയ്യുന്ന വെള്ളമാണത്, ഇറ്റ്സ് പ്യുവർ, കുടിക്കാൻ സേഫാണെന്ന്. ഇനിയാണ് നമ്മൾ ഇലവീഴ പൂഞ്ചിറയിൽ പോകുന്നത്. യു ക്യാൻ സീ ഇറ്റ് ഈസ് വെരി ഓഫ് റോഡ് ആൻഡ് വെരി സ്കാരി. ലൈക്ക് ഓഫ്, ഒന്നും പറയാനില്ല. ബട്ട് ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ചിറയുടെ സ്റ്റോറി ബാക്ക് ടു ദാറ്റ്. അവിടെ പൂ മാത്രമേ വീട്ടിലായിരുന്നു. ഇപ്പം ആ പൂവില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് കുറച്ചുകൂടെ വലുതൊക്കെ ആക്കി. ബട്ട് സ്റ്റിൽ 4 സൈഡിൽ നിന്നും കാറ്റടിച്ചിട്ട് അതിലേക്ക് ഒരില പോലും വീഴില്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ ഈ ഗുഹയുടെ കാര്യം പറയാനേ വിട്ടുപോയി. ഇവിടെ ഏറ്റവും കൂടുതൽ ഗുഹയിൽ എൻജോയ് ചെയ്തത് അവനാണ്, ലൈക്ക് നമ്മുടെ പെറ്റ്. വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്നു. പക്ഷെ വഴിയൊക്കെ ഭയങ്കര, ഗുഹയ്ക്ക് ഇറങ്ങുന്നതൊക്കെ ഭയങ്കര ദൂരല്ല, പോലും വീഴില്ല.
നല്ല രസമായിരുന്നു. ഇവിടെയും ഇതിൻ്റെ വീഡിയോ ഞാൻ കുറേ തപ്പി എവിടെയും കിട്ടിയില്ല കേട്ടോ. അവിടെയും നല്ല രസമായിരുന്നു. അവൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അവനാണ്. അങ്ങനെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വേറൊരു വ്യൂ പോയിന്റിലാണ് പോയത്. അവിടെ ജീപ്പ് ഇറങ്ങില്ല കേട്ടോ, നമ്മൾ നടന്നാണ് പോയത്. ഇത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ടാണ്. അവിടെ അവൻ തന്നെയാണ്, കണ്ടില്ലേ ഓടിപ്പോകുന്നത്. അവനൊരു കുഴപ്പമില്ല, അവൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നിറയെ ഓടി നടക്കാൻ സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ നമ്മുടെ ഫ്രണ്ടിലേക്കൊരു കുഞ്ഞു കിളി ചത്ത് വീണു കേട്ടോ. ഈ എൻട്രി റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് എല്ലായിട്ടും നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്കാണ്, അവിടെ നമ്മൾ കയറിയില്ല. ഇതാണ് ആ കിളി കുഞ്ഞു കിളിയായിരുന്നു. അത് ഞങ്ങളുടെ മുന്നിലേക്കാണ് വീണത്. ഞങ്ങൾ എടുത്തപ്പോൾ അതിൻ്റെ കാല് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് പിന്നെ അത് പതുക്കെ മൂവ്മെൻറ്റ്സൊക്കെ ഇല്ലാണ്ട്. എന്താ പറ്റിയ, വല്ല അറ്റാക്കാണോ വല്ല കറണ്ട് കമ്പി തട്ടിയതാണോ ഒന്നും അറിയത്തില്ല. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് മുന്നിൽ വീണതാണ്. നമ്മൾ അതിനെ എടുത്തിട്ട് വെള്ളമൊക്കെ കൊടുത്തു നോക്കി, ബട്ട് അതിന് റെസ്പോൺസൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ ദൂരം കൊണ്ട് നടന്നു. അതിനെ കയ്യിൽ CPR കൊടുത്തു. ഇൻ കേസ് എന്താ ഉണ്ടായെന്ന് അറിയില്ലല്ലോ. എന്നിട്ടും അതിനൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇത് റീവാച്ച് ചെയ്യുമ്പോഴാണ് ഇപ്പോഴേ അതിനൊരു റെസ്പോൺസ് ഇല്ല. പക്ഷെ നമ്മളന്ന് കുറേ നോക്കി, വേറൊരു ഫാമിലി കണ്ട് അവരും നോക്കി. അങ്ങനെ ഞങ്ങൾ അതിനവിടെ ഇട്ടു. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ചത്തുപോയി. എന്നിട്ട് ഞങ്ങൾ വ്യൂ പോയിന്റിലെത്തി. ഇതാണ് വ്യൂ പോയിന്റ്. നല്ല രസമായിരുന്നു, നല്ല കാറ്റായിരുന്നു അവിടെ. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റായിരുന്നു. ബട്ട് ഹസ്ബൻഡ് പറഞ്ഞു ഇപ്രാവശ്യം കാറ്റ് കുറവാണ്. സാധാരണ അവർ വരുമ്പോൾ ഹസ്ബൻഡ് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ ഇതിലും നല്ല കാറ്റായിരുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ചു, നമ്മൾ കാറിൽ തന്നെ തിരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പട്ടിക്കുട്ടി ഉള്ള കാരണം അവന് ഫുഡ് കൊടുക്കാനായിട്ട് കുറച്ച് നീങ്ങിയിട്ടൊരു സ്ഥലത്ത് നിർത്തി. ഈ പെറ്റ്സിനും കൂടി ട്രാവൽ ചെയ്യുമ്പോണ്ടല്ലോ ഞങ്ങൾ അതിൻ്റെ ചിക്കനൊക്കെ ബോയിൽ ചെയ്ത് റൈസും കുക്ക് ചെയ്തിട്ട് ബോക്സിലാക്കി ക്യാരി ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഈ ഫുഡ് ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ നിർത്തിപ്പെടുത്തതാണ്. അതിൻ്റെ ഇടയിൽ പെട്രോൾ തീർന്നു. പിന്നെ കുറച്ച് വഴിയൊക്കെ തെറ്റി. നല്ല ഇതായിരുന്നു. ലൈക്ക് അപ്പോൾ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. പെട്രോൾ തീരാറായി, വഴി തെറ്റി. അപ്പോൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചപ്പോഴാണ് വഴി തെറ്റിയത് റൂമിൽ പോകാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ റൂമിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ പ്ലാൻസൊക്കെ കഴിഞ്ഞു. ഉച്ചയായിട്ടോ ഞങ്ങളവിടെ എത്തിയപ്പോൾ. അപ്പോൾ വലിയ കാര്യമായിട്ട് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരു ഈവനിങ് ഒക്കെ സമയത്താണ്. പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് റൂമിൽ പോകുമായിരുന്നു. ഐ ബിലീവ് ഇത് അപ്പടുത്താണ്. അപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നാട്ടോ പോയത്. ഞങ്ങളെല്ലാ കൊല്ലവും തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഇരുന്ന് TV-യിൽ തൃശ്ശൂർ പൂരം കാണും. ലൈക്ക് ഹോട്ടലിലൊക്കെ പോയിട്ട് സ്ഥിരം എല്ലാ കൊല്ലം അങ്ങനെയാണ്. ഇക്കൊല്ലം അങ്ങനെയായിരുന്നു. നിങ്ങളങ്ങനെയാണോ? ഞങ്ങളങ്ങനെയാണ്. ഒരു പ്രാവശ്യം എന്തോ പകൽപ്പൂരത്തിന് പോയിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ ചെറുതായിരുന്നു അപ്പോൾ പോയത്തുള്ള. അങ്ങനെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ വേ ടു റിസോർട്ടാണ്. ഞങ്ങളുടെ റിസോർട്ട് പെറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ബാക്കി ഒരൊറ്റ സ്ഥലത്ത് പെറ്റ് ഫ്രണ്ട്ലി ആണോ എന്താ ഏതോ ഒന്നും ഞങ്ങൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് സ്പോട്ടിൽ ലൈക്ക് സൈറ്റ് സീയിങ്ങിനൊക്കെ പോയപ്പോൾ സ്പോട്ടിൽ പോയിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് ചോദിക്കും പെറ്റ്സ് എല്ലാം അവിടെയാണോ. ഭാഗ്യം കൊണ്ട് എല്ലാവിടെയും അലൗഡായിരുന്നു. ഒരാളും പറ്റില്ല എന്ന് പറഞ്ഞില്ല. ബട്ട് റിസോർട്ടിൽ പെറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ നേരത്തെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതിൻ്റെ ഇടയിൽ നല്ലൊരു അമേസിങ് സ്പോട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നിർത്തി. അതിൻ്റെ ഇത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടീ ഗാർഡൻസൊക്കെ എത്തിയപ്പോൾ അതിൻ്റെ നടക്കട്ടോ. അപ്പോൾ പെറ്റ് ഫ്രണ്ട്ലി ആണോ ഞങ്ങൾ എവിടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് അവിടെ ചെന്നതിന് ശേഷമാണ് ചോദിച്ചത്. ഇതാണ് കേട്ടോ സ്ഥലം. നല്ല സ്ഥലമായിരുന്നു. മഴ ഇപ്പോഴും ഉണ്ട്, ചെറിയ മഴയുണ്ട്, ഇതിൽ കാണില്ല. ബട്ട് ചെറിയ സ്ഥലമുണ്ട്, അല്ല മഴയുണ്ട്, സോറി. അവിടുത്തെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ആൻഡ് ഇതാണ് റിസോർട്ട്. ഫൈനലി വഴി തെറ്റി കുറച്ച് കറങ്ങി, ബട്ട് സ്റ്റിൽ ഞങ്ങൾ എത്തി റിസോർട്ട്. ബാംബൂ നെസ്റ്റ് എന്നാണ് ഞങ്ങൾ നിന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഞങ്ങളൊരു ബാൽക്കണി റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല സ്ഥലമായിരുന്നു. പൂളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. വേറൊരു ഫാമിലി ബുക്ക് ചെയ്യാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെന്നൊന്നിറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. അവർ കുറേ പേരുണ്ടായിരുന്നു, അവരായിരുന്നു പൂളിൽ. ആൻഡ് ഈ മൗണ്ടൻസ് ഉണ്ടല്ലോ നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ്. റൂം ടൂർ ഞാൻ എടുത്തില്ല, ഞാൻ പറഞ്ഞല്ലോ പെറ്റ് ഉണ്ടായിരുന്നു. അപ്പം അവൻ്റെ കാര്യമൊക്കെ നോക്കാം. പിന്നെ ഈ വഴിയൊക്കെ തെറ്റിയുള്ള ഭാഗം ഒരു ഇതായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല, വിട്ടുപോയി സത്യം പറഞ്ഞാൽ. ഇതാണ് കേട്ടോ ആ പൂള്. ഞങ്ങൾ അടുത്ത ദിവസം രാവിലെയാണ് പൂളിൽ ഇറങ്ങിയത്. ഞാൻ അടുത്ത പാർട്ട് ഓഫ് ദ വ്ളോഗിൽ ആഡ് ചെയ്യാം, സെക്കൻഡ് പാർട്ടിൽ കേട്ടോ.
ആൻഡ് ഇത് രാത്രി നല്ല രസമായിരുന്നു. ഇവിടെ ഒരു കിളി ഉണ്ടായിരുന്നു കേട്ടോ, ശരിക്കും ഇങ്ങനെ ചൂളം വിളിക്കുന്ന പോലെ ഫുൾ നൈറ്റ് വിസിൽ ഇങ്ങനെ ചൂളം വിളിക്കുന്ന പോലെ അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സൗണ്ട് അങ്ങനെയാണ്. അങ്ങനെ പിള്ളേരെ അവിടെ റൂമിലിരുത്തി അവർ തൃശ്ശൂർ പൂരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പെറ്റിനെയും കൊണ്ടൊന്ന് നടക്കാൻ പരിസരമൊക്കെ കാണാൻ ഞാനും ഹസ്ബൻഡും ഇറങ്ങി. അവിടെ ഉണ്ടായിരുന്ന വാട്ടർഫോൾസ് ആണ് കേട്ടോ. ഇത് പാലൊഴുക്കുംപാറ എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് അവൻ കണ്ട. അവൻ്റെ കാലിൽ ഞങ്ങൾ സോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷൂ വാങ്ങിച്ചു, അവൻ ഇടാൻ പോലും സമ്മതിച്ചില്ല. എൻ്റെ സൈസ് ചെറുതായിരുന്നു. അപ്പോൾ ഞങ്ങൾ സോക്സ് ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു. അത് അവൻ ഓക്കെയായിരുന്നു, അത് കാണിച്ചു തന്നു കേട്ടോ. പിന്നെന്താ, അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായപ്പോൾ ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. അന്ന് അത്രേ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടി കാർഡൊക്കെ കൊണ്ടുവന്നു, പക്ഷെ ആരും ചെയ്തില്ല. പിന്നെ അന്നെടുത്ത ഫോട്ടോസൊക്കെ എല്ലാവരും കണ്ട് ഏത് പോസ്റ്റ് ഇടണം എന്നൊക്കെ ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം. അത് ഞാൻ വേഗം ഇടാൻ ഞാൻ വേഗം എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് വേഗം ഇടാൻ നോക്കാം. അപ്പോൾ കൂടുതൽ വിശേഷമൊക്കെ അതിൽ പറയാം. അപ്പോൾ ശരി ഗായ്സ്, ബൈ. ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.